Morning guys. Good morning. Welcome to Gokachi Vlogs. അപ്പോ ഇന്ന് എങ്ങനെ ഒരുങ്ങി കെട്ടി പോളെന്നാണ് നിങ്ങളെ. ഞങ്ങൾ ഇന്നിപ്പോ കോട്ടയത്തോട്ട് പോവാണ്, ടോമിന്റെ വീട്ടിലോട്ട്. ആരുടെ കൂടെ? ഇവിടെ നമ്മുടെ കിരൺ ചേട്ടനും അതുകൊണ്ട് പിന്നെ കുഞ്ഞനും. പൊതുവെ ഞങ്ങള് ദുബായില് അർപ്പിയാണ് ഉണ്ടാവുക. അതെ. അപ്പൊ അവനെ ഉപസംബോധിച്ച് അപ്പൊ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാ ഉള്ള വീട്. അപ്പൊ ഇനിയിപ്പോ അവളെ പിക്ക് ചെയ്തിട്ടാണ് നമുക്ക് പോവാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് കോട്ടയത്തേക്ക് പോയിട്ട് വരാം. Let's go. അയ്യോ നിങ്ങളൊന്ന് ഫോക്കസ് ആവണില്ല. അപ്പൊ വെൽക്കം again to Gokachi. ഓക്കെ, കണ്ടില്ലേ നമ്മുടെ പിള്ളേരെ കിരൺ ചേട്ടനും അതും. അങ്ങനെ ഞങ്ങൾ അവരെ എടുത്തിട്ട് ഞങ്ങള് ഭാരതിയിൽ വന്നിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ എവിടെ പോവാണ്? ഇനിയിപ്പോ ഓൺ ദ വേ നമുക്ക് കുഞ്ഞിനെ പിക്ക് ചെയ്യണം. കുഞ്ഞൻ അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം. അതെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ്. ഇതാണ് നമ്മുടെ കേരള പഴനി ചോച്ചിരിക്കുന്ന്. കണ്ടോ? ഞാനൊന്ന് സ്റ്റെപ്പ് കേറിയിട്ട് അമ്പലത്തിൽ പോയി. 350 സ്റ്റെപ്പ് ഉണ്ട്. സംഭവം കേറുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ല, പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. എന്നിട്ട് അവിടെ ഞാൻ കഥ പറയട്ടെ, എന്റെ വീഡിയോയില് കാണിക്കേ. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ സ്റ്റെപ്പ് കയറിയല്ലോ. കുറച്ച് അതല്ല, ഞാനിങ്ങനെ പറയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നുണ്ട്. അപ്പൊ ഒരു മുത്തശ്ശൻ, അല്ല മോളെ ഇത്രയും പ്രായമല്ലായിട്ടുള്ളൂ, എന്നിട്ട് മുത്തശ്ശൻ സ്കൂളായിട്ട് സ്റ്റെപ്പ് വരാം. ഞാൻ അതെല്ലാം വയ്യ, ഈ ചെറിയ പ്രായത്തിൽ എന്നെ കുട്ടിക്ക് വയ്യാണ്ട്. അപ്പൊ അത് കേട്ട പിന്നെ എനിക്ക് പിന്നെ തേങ്ങ പിന്നെ ഞാൻ ഒന്നും പിടിച്ച അവർ കയറി. അവിടെ എത്തിയിട്ട് എന്റെ ഭഗവാനെ ശരിക്കും ബുദ്ധിമുട്ടാട്ടോ. വലിയ എളുപ്പമൊന്നുമില്ല. എളുപ്പമാണ്, പക്ഷെ നമ്മള് ഒട്ടും പണിയെടുക്കാത്തവർക്കൊന്നും വലിയ എളുപ്പം. ഇപ്പൊ നമ്മള് പൊന്നൂക്കരക്കാണ് പോയിക്കൊണ്ടിരിക്കണേ, എന്റെ അമ്മയുടെ തറവാട്ടില്. അവിടെതാണ് നമ്മള് അവിടെയാണ് നമ്മള് കുഞ്ഞനെ എടുക്കാൻ പോണേ. നമുക്ക് അവിടെ നമ്മുടെ അർപ്പിയുടെ വീട് കാണാം. അർപ്പിയുടെ വീട് ഇതേ പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കോട്ടയം തിരിച്ചു വരുമ്പോഴേക്കും ആ വീട് പണി കഴിയാന്ന് നമുക്ക് നോക്കാം. കോട്ടയം എത്ര ദിവസത്തേക്കാ പോണ? 2 ദിവസം. എന്റെ അമ്മയുടെ വീട് ഇതാണ് നമ്മുടെ അർപ്പിയുടെ വീട്. ഓക്കെ കുഞ്ഞാ, ഞാൻ പിന്നെ ചെയ്തോളാം. അമ്മായി ബൈ. അമ്മൂമ്മയാ ഇതേ അമ്മായി. ഇതേ അർപ്പിയുടെ വീട് കണ്ടില്ലേ? ഞങ്ങള് നാളെ വരുമ്പോഴേക്ക് ഈ വീടിന്റെ പണി തീർന്നിരിക്കണം. അതാണ് ഞങ്ങൾ ഈ വ്ളോഗിൽ പറഞ്ഞിരിക്കണം, മനസ്സിലായില്ലേ? അമ്മൂമ്മയാ? ആണോ? ഓക്കെ ഓക്കെ. കണ്ടില്ലേ വീട്? കണ്ടില്ലേ അർപ്പി? നോക്കൂ. നിന്റെ ചേച്ചിയുടെ അല്ല നിന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണല്ലേ? നീ അതിന് പോകാനാണ് ഞങ്ങളുടെ കൂടെ വരണേ? ആ ഫ്രണ്ട് ഈ വ്ളോഗ് കാണട്ടെ. ഇവനോട് ഞാൻ പറഞ്ഞതാണ് ഫ്രണ്ട് വരണ്ട. അപ്പൊ പറഞ്ഞില്ല, എനിക്ക് എന്റെ ചേച്ചിയുടെ കൂടെ തന്നെ പോണം. മനസാക്ഷി വേണോ നിനക്ക്? പിന്നെ എന്താ കുഞ്ഞാ, ഇതില് നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, കാർത്തി എന്ന് പറഞ്ഞിട്ട്. അത് അതില് ഇതാ ഒരു തേങ്ങയില്ല. ഇതിലെ വേണം. ആരുടെ കുഞ്ഞ ക്ലാസ് വെച്ചേക്കുന്ന നീ? അത് ആക്ച്വലി എന്റെ അല്ലേ ഗൂഗിന് ഞാൻ അടിച്ചു പറ്റിയതാ. പെട്രോൾ അടിക്കട്ടെ ഞങ്ങള്. ഐശ്വര്യ പെട്രോൾ അടിച്ചിട്ട് തന്നെ തുടങ്ങാം. കുഞ്ഞാ കൊടുത്തോ പെട്രോള്? കുഞ്ഞാ ചേച്ചി എത്രയായി? ഞാൻ 300 അടിക്കാറ്. ഇതിപ്പോ നമ്മള് എവിടെ എത്തി? നമ്മളെവിടെയോ എത്തിയേ. നമ്മള് നെല്ലിമോളം എത്ര സബ്സ്ക്രൈബ് ചെയ്യണേ. എന്ത് സബ്സ്ക്രൈബ് ചെയ്യണം? എന്റെ ആർക്കും വേണ്ട. എല്ലാവർക്കും ഗോകാച്ചി മതി. നീ ഒന്ന് പോയേ. ഇതില് കഴിയുമല്ലോ, ഇതില് തീരും. പിന്നെയും സൗണ്ട് ഓഫ് ആക്കൂ, എനിക്ക് കോപ്പിറൈറ്റ് വരും. സൗണ്ട് ഓഫ് ആക്കൂ. സൗണ്ട് ഓഫ് ആക്കൂ. സൗണ്ട് ഓഫ്. ഗ്രാമം നമ്മള് ഏകദേശം കോട്ടയത്തിന് തൊടാറായിട്ടുണ്ട്.
അല്ലേ? ആള് നമ്മളിപ്പോ കോട്ടയം തുടങ്ങുന്നത് അവന്റെ വീടിന്റെ പണി ഫിനിഷ് ആവണ പോലെയാണ്. അതെ അതെ, അത്രയും ഫാസ്റ്റ്. ഞങ്ങൾ മെയിൻ റോഡ് കണ്ടിട്ടില്ല. ഞങ്ങളൊരു അങ്കമാലിയിൽ ലെഫ്റ്റ് എടുത്തതാണ്, പിന്നെ ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. അങ്കമാലിയിലെ അമ്മാവനെ കാണാൻ പോകും, അതെ. പ്രധാനമന്ത്രി കാണാൻ പോകും. ഇപ്പൊ ഇവിടെ കുറെ റബ്ബറും തൊട്ട് കണ്ടിരുന്നു, ഇപ്പൊ കാണാനില്ല. അപ്പൊ അവള് വീഡിയോ എടുത്തില്ല, പോട്ടെ സാറില്ല. ഇത്രയും പച്ചയായിട്ടുള്ളൊരു പാടത്തിന് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഇത് പാടല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നീ മിണ്ടി കഴിയുന്ന ഞാൻ ഈ വീഡിയോയിലൊന്നും കേട്ടില്ല കേട്ടാ. വണ്ടി തന്നെ പുറത്താക്കുന്നു. കാണിക്കുന്ന വിഷു ആവാറായല്ലോ. ബ്യൂട്ടിഫുൾ. എങ്ങനെയാണ് വിഷു ആവുമ്പോ കണിക്കൊന്നിക്ക് അറിയണ വിഷു ആവാറായിരുന്നു? അല്ല, ആ കണിക്കൊന്ന എപ്പോ വരുന്നു അതാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കണിക്കൊന്ന ജീവിച്ചോണ്ട് പോകണം. നമ്മളതിനാക്കിയോ വിഷു സമയത്ത് തന്നെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമ്മള് ഹൈവേ കണ്ടുട്ടാ. എന്താണ് കൊന്നവരം നടുമ്പോളേ അതിലൊരു ഇൻഡിക്കേറ്റർ വെച്ചു കൊടുക്കും. എനിക്ക് എല്ലാരും തന്നെ. അത് ഏത് പാട്ടും അങ്ങനെ ഞങ്ങള് യാത്രക്കിടയിൽ ഞങ്ങളൊന്ന് ഒരു നാരങ്ങ സോഡയും കരിക്കൊക്കെ കുടിക്കാൻ പറഞ്ഞൊന്ന് ബ്രേക്ക് എടുത്തതാണ്. ജിമ്മിക്ക് കുറച്ച് റെസ്റ്റ് വേണം. അല്ല, ആച്ചി അറിഞ്ഞിട്ടില്ല, കാരണം അവിടെ നിന്ന് ഉറങ്ങിയതാണ്. ഇപ്പൊ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഓക്കെ, കണ്ണിന് റെസ്റ്റ് കൊടുത്താ അല്ലേ? അവിടെ ജിമ്മിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ജിമ്മി റെസ്റ്റ് എടുക്കട്ടെ. നീ എന്താ പറയണേ? നമുക്ക് ഉപ്പ് സോഡയൊക്കെ കുടിച്ചിട്ടേ വൈബായിട്ട് വരാം. നീ എന്താ പഠിക്കണേ? ഇതിന്റെ പേര് കരിക്കുന്നതാണ്. എനിക്കറിയാം. നല്ലായിരിക്കും. ആച്ചി എന്താ ആച്ചിയെ കുടിക്കണേ? ഉപ്പ് സോഡ. ഉപ്പില്ല കേട്ടോ, ഉപ്പ് വേണം, കുറച്ചുകൂടി ഉപ്പ് വേണം. പറയൂ, ഇതുവരെയുള്ള യാത്രയൊക്കെ എങ്ങനെയുണ്ട് കുഞ്ഞാ? 3/4 മണിക്കൂറില് 30 മിനിറ്റ് കിടന്ന് ഉറങ്ങി. ഞങ്ങള് പറയാം നന്നായിട്ട് ഉറങ്ങിയിട്ട് ഈ വന്ന വഴിയൊന്നും അറിയില്ല. മസാല റെഡി. നീ എന്താ കഴിച്ചേ? പുലിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ, ഫ്ലേവർ ഇല്ലാണ്ട് മേടിച്ചാൽ മതി കേട്ടോ. പുലിക്ക് ഫ്ലേവർ ഇല്ലാത്തതാണ് നല്ലത്. അല്ല, ഇതാണ് നമ്മളെ ഇതാ നമ്മൾ ടൊമാറ്റോന്റെ വീട് എത്തിയിരിക്കുന്നു. ഏതാണ് വീട്? ഒന്ന് നേരെ ചോദിക്കാം. 2 AC ഉണ്ട്, അത് നമുക്ക് AC വെച്ചിട്ട് നോക്കാം. ടൊമാറ്റോന്റെ വീട്ടില് എവിടെയാണ് ടൊമാറ്റോന്റെ വീട്? ടൊമാറ്റോന്റെ വീട് എത്തി നമ്മൾ. ഹായ് ടൊമാറ്റോ. ടൊമാറ്റോ അങ്ങനെ എത്തി. വീഡിയോ കുഞ്ഞാ, ഇതാണ് ആർപ്പിയുടെ അനിയൻ. അല്ല, അവരെ കണ്ടപ്പോ തോന്നുന്നുണ്ടോന്ന്. വീട്ടിലെത്തിയത് നമ്മൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? അവര് കഴിച്ചോ കഴിക്കുന്നോ നമ്മൾ ചോദിക്കുന്നില്ല. അല്ല, അവര് കഴിച്ചോ? ടൊമാറ്റോ ഫുഡ് കഴിച്ചോ? നല്ല ബീഫ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ്? ഫിഷ് ഫ്രൈ. ഇതെന്താണ്? ഇത് ചോറ ചോറ ചോറ. ഇത് ചോറാണ്. അതെന്താണ്? കപ്പ. അതെന്താണ്? മോര് വെച്ച് കൂട്ടാൻ. ഇതെന്താ? ഇത് ഫിഷ് ആണ്. ഇത് ബീഫ് വന്നിട്ടുണ്ട്. ബീഫ് റോസ്റ്റ്. ഈ ബീഫ് തമ്മിലുള്ള വ്യത്യാസം? ബീഫ് ഫ്രൈ ആണ്, ബീഫ് റോസ്റ്റ് ആണ്. ഓ ഓ, പൊരിച്ചതാണ്, അത് പെട്ടെന്ന് എടുത്താണ്. എവിടെ നിന്ന് എടുത്തത്? ഇത് ഉരുളിയിലിട്ട് കറുപ്പിച്ചെടുത്ത സാധനം. ഗോകുവിന്റെ സന്തോഷം നോക്കിയ കണ്ണില്. എന്നാലും എന്റെ വീടിന്റെ
ഇന്നലെ ഉണ്ടല്ലോ കുഞ്ഞാ വീടിന്റെ മതിലില് ഒരു കോഴി വന്നിരുന്നു. എന്നിട്ട് ആ കോഴി നോക്കിട്ട് പറയാം കോഴീനെ അങ്ങോട്ട് ഇതാക്കിയാണ്ടല്ലോ വേറെ ലെവലായിരിക്കുന്നത്. മീൻകറിയും കൂടി ആഡ് ആയിട്ടുണ്ട്. ഇത് മൊത്തം ടൊമാറ്റോ വരച്ചതാണോ ശരിക്കും? ആ അത് മനസ്സിലായി. ഇത് കണ്ടില്ലേ, ഇത് ആരാ? ഡോക്ടർ ടോം ഏലിയാസ്, PhD ഹോൾഡർ ആണ്, റാങ്ക് ഹോൾഡർ. ഓ മൈ ഗോഡ്. എല്ലാവരും റെസ്റ്റിലാണ്. ടൊമാറ്റോ ഞങ്ങൾക്ക് റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു ടൊമാറ്റോ. അല്ലെങ്കിൽ റൂം എന്താണത്? എന്താണത്? ഓ മൈ ഗോഡ്. അങ്ങനെ ഞങ്ങൾ ടോമാറ്റോ ഉണ്ടാക്കി അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ടോമാറ്റോയും കുഞ്ഞിനും ടോമാറ്റോ കാറിൽ പോയി. ഞങ്ങൾ ജിംനിയിൽ അവരെ ഫോളോ ചെയ്തിട്ട് നേരെ ഞങ്ങൾ മറ്റേ വിണ്ണൈത്താണ്ടി വരുവായ ഷൂട്ട് ചെയ്ത ഒരു പള്ളിയുണ്ട്, അവിടെ പോയി ജങ്കാറിൽ പോയി. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ടൊമാറ്റോ കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. നമ്മളിപ്പോൾ വിണ്ണൈത്താണ്ടി വരുവായ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതാ തൃഷ ആ ബോട്ടിൽ പോയിണ്ടായിരുന്നു എന്നാണ് ടൊമാറ്റോ പറയുന്നത്. ആണോ ടൊമാറ്റോ? തൃഷ ആ ബോട്ടിലാണോ പോയത്? മൂന്നാമത്തെ സീറ്റ്. ഓ മൈ ഗോഡ്, നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ആ സമയത്ത് ഇവിടെ ചൂടായിരുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചൂടായിരുന്നു. മഴക്കാലത്താണ് ഷൂട്ട്. ചൂട്ടത്തോടെ പൊതച്ച് നിക്കണ രണ്ട് കപ്പിൾസ് മണാലിയെ പോണ്ട ആൾക്കാരായിരുന്നു. മണാലിയാണെന്ന് തോന്നുന്നു അവർക്ക്. മണാലിയാണെന്ന വിചാരം. മണാലിയെ പോണ്ട ആൾക്കാരായിരുന്നു. തെറ്റൊന്നത് കോട്ടയത്ത്. ക്യാമറ എങ്ങനെ വരൂ? നമുക്കൊന്ന് അതുവരെ പോയിട്ട് വരാം. എന്റെ അമ്മയുടെ മോളാട്ടാ. അല്ല നടക്ക്. ചേച്ചി സിനിമ ഷൂട്ട് ചെയ്ത വീടും കൂടി നമുക്ക് കാണിച്ചു. ഇതാണ് ആ വീടെന്നാണ് പറയണത്. ഈ ഗേറ്റാണ് ചാടിക്കിടക്കാറുള്ളത്. പിന്നല്ലാണ്ട് അപ്പൊ റീലിലും എല്ലാം പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ചിമ്പു ആണോ സിംബു ആണോ എന്താണ് പറയാ? അവൻ ഈ വഴിയൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ഈ റോഡിലൂടെയാണ് അവൻ നടന്നത്. തൃശ്ശയ്ക്ക് ഇങ്ങനെ നിക്കായിരുന്നു. അതെ അതെ, ആച്ചിക്കൊന്ന് തൃശ്ശ ആയാലോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ചിമ്പു ഇല്ലാത്ത കാരണം അത് നടക്കില്ല. പിന്നെ ആച്ചി തൃശ്ശ അല്ലാത്തത് കൊണ്ടും നടക്കില്ല. അതിലും മേളില് കുഞ്ഞ അവിടെ നോക്കൂ, ആ പള്ളിയില്ലേ, അതാണ് ആ പള്ളി. ആ പള്ളി അല്ലേ? കണ്ടോ? പിന്നെ ഫോക്കസും കൂടി അല്ല. ഇല്ലേ? ഓ അപ്പൊ ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും പറയാണ്ടോ? നല്ല ചൂട്. ഒന്ന് ടെമ്പറേച്ചർ ഡൗൺ ആക്കാൻ പറ്റും. പൊതച്ച് നിന്നിട്ടേ അത് പൊതച്ചത് തണവ് അല്ല, ചൂട് അടിക്കാണ്ടിരിക്കാൻ. സപ്പോർട്ട മരം കേട്ടോ. ഇതേ സപ്പോർട്ട. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് സപ്പോർട്ട മരമാണ്. നല്ല ചൂടുണ്ട്. വെയിലെന്ന് പറഞ്ഞാലും വരാ. ആ ചേച്ചിയൊക്കെ ആകെ ഇരുണ്ടു തുടങ്ങി. അയ്യോ വേഗം വരൂ, കാറിൽ പോവാ. എന്തായാലും സംസാരിക്കണ്ട. ഇതാണ് തടിമില്ല എന്നാണോ ഞാൻ സംസാരിക്കുന്നത്? അറിയില്ല. പണ്ടേ മരപ്പണിക്ക് ഇവിടെ വന്നിട്ടുള്ള എന്നിട്ടാണ് പിന്നെ ഇതാണ്ട് ഇവര് എടുത്തത്. ഇതിലെ മരപ്പണി കണ്ടിട്ടാണോ അവൻ എടുത്തത്? തീരെ വെയിലും പറ്റാത്ത എൻ്റെ ഭാര്യ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ക്ഷീണിതയായി കഴിഞ്ഞവള്. എന്താ ചെയ്യുക? ചൂട് എന്താ പറയുക, അവൾക്ക് കായലോരം കാണണം, എല്ലാം കാണണം, പക്ഷെ ചൂട് പറ്റൂല. ഞാനും കുഞ്ഞിനൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓക്കെ, എന്താ ചെയ്യുക? കണ്ടില്ലേ കേട്ടോ. അതെ, ഇവൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ വലിയ ആഗ്രഹം. ഞങ്ങളുടെ ചാനലിൽ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ചാനൽ അങ്ങനെ ഇതിലും നല്ല ചാനൽ തന്നെയാണ്. അതെ അതെ, അതുകൊണ്ടാണ് എന്താ ഞങ്ങളുടെ ചാനലിൽ ഒരു റീച്ചിന് വേണ്ടി അവൻ കല കാണിക്കുന്നത്. അതെ, നിങ്ങൾക്ക് റീച്ച് ആയിക്കോട്ടെ. ഓ ആച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ ചൂടിനെ കുറിച്ച്? കണ്ടോ
അവൾക്ക് ചൂട് പറ്റുന്നില്ല. അങ്ങോട്ട് മാറി. അല്ല ഇവിടെ എവിടെയോ നിക്കാന്ന് പറഞ്ഞ 2 ആൾക്കാരെ കാണാനില്ല ഗൈസ്. ആച്ചി ദ ഡ്രൈവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആച്ചിക്ക് ഓടിക്കണം എന്നുള്ള കൊതി കാരണം അവൾ വണ്ടി എടുത്തിരിക്കുകയാണ് ഗൈസ്. പിന്നെ ആച്ചിയുടെ നാവിഗേറ്റർ ആയിട്ട് ആദു മതി എന്ന് പറഞ്ഞതുകൊണ്ടും കൂടി ആദു ആണ് ഫ്രണ്ടില് സെറ്റ് അയക്കണേ. ഞങ്ങൾ ബോയ്സ് പാസഞ്ചേഴ്സ് ആണ് പിന്നില്. അതെ, ബാക്കിൽ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സേഫ്റ്റിയോടെ ഞങ്ങൾ ഇരിക്കുന്നു ഗൈസ്. ഒക്കെ ഇത്ര പറ്റുള്ളൂ ഗൈസ്. ജെസ്സിയുടെ പള്ളി കാണാൻ പോവാ. നമുക്ക് വഞ്ചി നോക്കായിട്ടുള്ളൂ. വഞ്ചി നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു വീടെടുത്തല്ലോ ആച്ചിയ. അതൊക്കെ സിമ്പിൾ ആയിട്ട് അത് ആ ബ്രിഡ്ജ് നമ്മൾ എടുക്കണം കേട്ടോ. അതെടുക്ക ആച്ചി ഹമ്പും കുഴിയൊക്കെ ഒന്ന് സൃഷ്ടാവട്ടെ. ഇത് മറ്റേ ഇതിലത്തെ ബ്രിഡ്ജാണോ? നമ്മുടെ പിന്നെ തെനാലൻ പുഞ്ചയിലെ അതിലത്തെ കാറ്റ് കടത്താട് കളി പോട്ടെ പുറത്തും കായല 10 എന്ന നിലയിൽ ആച്ചി ഇതാ പൊക്കോണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കോൺസെൻട്രേഷനിലൂടെ ആച്ചി പോകുകയാണ് ഗൈസ്. അത് കൊള്ളാടാ ആച്ചി. നൈസ്. വളരെയേറെ ഇതുവരെ വളരെ നൈസ്. ചേട്ടന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വാ ചേട്ടാ, വേഗം പോ. നിക്കടി. വരുന്നുണ്ടെങ്കി വാ. എവിടെ കയറ്റി കൂടെ ചേട്ടന്? വളരെയേറെ ലെഫ്റ്റ് എടുക്കും ആച്ചി. ആച്ചി പോകൂ, താങ്കൾ പോകൂ. സൂപ്പർ ആയിട്ട് വളരെയേറെ കഷ്ടതയും കോൺസെൻട്രേഷനും നേടി ആച്ചി വെരി നൈസ്. ഇത്രയും അടിപൊളിയായി വണ്ടി ഓടിക്കുമെന്ന് ആരും കരുതിയില്ല ഗൈസ്. ഇത്രയും സൂപ്പറായി ആച്ചി ആ ബ്രിഡ്ജ് തരണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പോയി ഇനി മെല്ലെ ഫുള്ള് കഴിഞ്ഞിട്ട് തിരിച്ചാൽ മതി ആച്ചി. ഫുള്ള് കഴിഞ്ഞിട്ട് തിരിക്കൂ. ഇനി തിരിച്ചു തുടങ്ങൂ. അടിപൊളിയായി ആച്ചി അത് കടത്തിരിക്കുന്നു. ഇതൊരു വാവ് മൂവ്മെന്റ് ആയിരുന്നു. ജെസ്സിയുടെ പള്ളിയിൽ പോകാൻ എക്സൈറ്റഡ് ആണോ ആച്ചി? എത്ര സിമ്പുകളാണ്? 4 ചിമ്പുകൾ. ചിമ്പുകളോ? ചിമ്പൂസ്. നല്ല ഭംഗിയുള്ള ഒരു പള്ളിയില്. അങ്ങനെ ഇട്ടിട്ട് പോയി സംസാരിച്ചു. ആ ഒരു ലുക്കുണ്ട്. കണ്ണാടി ആ മെലിഞ്ഞ പാലമുണ്ടല്ലോ, അത് താണ്ടി ഞാൻ ഇവിടെ എത്തി. ഈ പള്ളിയുടെ പേരെന്താ ടോമേട്ടാ? എന്ത് പള്ളി? പുളിങ്കുന്ന് പള്ളി. ഇതാണ് നമ്മുടെ പള്ളി. ഇനി നമുക്ക് ജങ്കാർ പോവാമെന്നാണ് ടോമേട്ടൻ പറയുന്നത്. ജങ്കാറിക്കൂടെ അല്ലേ പോണേ നമ്മളിനി? അതെ, നമ്മൾ ജങ്കാറിക്കൂടെയാണ് പോകാൻ പോകുന്നത്. ഇതാണ് മറ്റേ വാരണായിരത്തില് വാരണായിരോ പിന്നെ താണ്ടി വരുവാ. ഗോകുലിന്റെ വലിയ കാര്യത്തിൽ പറയാ, ഇതാണ് നമ്മുടെ വാരണായിരത്തിൽ പിന്നെ താണ്ടി വരികയാണ് ഉദ്ദേശിച്ചത്. ടങ് സ്ലിപ്പ് ആയതാണ്. അതില് ജെസ്സി കല്യാണം കഴിച്ച സ്ഥലം. അയ്യോ ഇത് നമ്മൾ ജങ്കാറിൽ പോവുകയാണ്. നമ്മുടെ ജിമ്മിക്കുട്ടീനെ നമ്മൾ ജങ്കാറിൽ കയറ്റാൻ പോവാണ്. യെസ്, ഫസ്റ്റ് ടൈം കുട്ടി ജങ്കാർ കാണാണ്. കുട്ടി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു. അതെ, കോട്ടയം തന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ. അതെ, കായല് കണ്ടു. അതെ, നമ്മളും അങ്ങനെയും പറയാം. അതെ, കുട്ടിയുടെ ഫാമിലി. നിങ്ങൾ അങ്കിൾ ആന്റി. നമ്മുടെ ടോമേട്ടൻ കുഞ്ഞൻ പോയി. ഗോഗു അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാ പോയത്. കേട്ടാ പറ്റില്ല കേട്ടാ പല ചക്രം റിസ്കി ഹേ. ഗോഗു ചക്രം നോക്കിട്ടാ. ഇത് കൂടിയാണ് നമ്മൾ. സ്ലാബാണല്ലേ? ഞാൻ വിചാരിച്ചു അടിയില് വെള്ളാന്ന്.
ബാക്ക് അവിടെ എന്തായാലും കേറി നമ്മൾ കേറി നമ്മൾ ജങ്കാറിൽ കേറി. കേറിയില്ല എന്നാണ് നമ്മള് മൂവ് ചെയ്തു ജങ്കാറ് മൂവ് ചെയ്തു. അങ്ങനെ സ്ഥലമൊന്നും ഈ ഗ്യാപ്പിൽ കാണാണ്ടോ ഇനി എന്നെ എടുത്തത് ഇനി എങ്ങനെ വെച്ചോ കണ്ടില്ലേ. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ ഇതിൽ കേറി ജസ്റ്റ് അങ്ങോട്ട് കിടക്കാൻ വേണ്ടി. കരയ്ക്കടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളാണ് ഫസ്റ്റ് ഇറക്കണ്ട ബാക്കിലേക്ക്. ഗോഗോ എങ്ങനെയുണ്ട് ഗോഗോ? അടിപൊളിയല്ലേ? അവരത് അറേഞ്ച് ചെയ്യുമല്ലോടാ. ചെയ്യലോ അല്ലേ? എന്താ ഭായി പോടെ? അങ്ങനെ നമ്മൾ ജങ്കാറിലൊക്കെ പോയി സൂപ്പറായിട്ട് തിരിച്ചു വന്നു. ഞങ്ങളിവിടെ ആക്കി ഇപ്പതേ അടുത്ത ട്രിപ്പ് കയറുന്നു. അല്ല ട്രിപ്പ് കയറുന്നില്ല, അവര് ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം കൊച്ചിയിലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. നന്നായിരുന്നു അല്ലേ ഗോഗു? പിന്നല്ല, ഇനി ഞങ്ങൾ നേരെ എങ്ങടാണ് പോകുന്നത്? കാർ പാർക്ക് ചെയ്തിട്ട് വെള്ളം പിടിച്ചിട്ട് കള്ള് ഷാപ്പിൽ പോവാ. നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ കോട്ടയം ഈ സ്ഥലം നല്ല ഭംഗിയുള്ള നാട്ടിൻ പ്രദേശം, നല്ല രസമുണ്ട്. നമ്മുടെ കള്ള് ഷാപ്പിലേക്ക് പോവാനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ആപ്രാണോ? തൃശ്ശൂർ. കമോൺ ഗോഗോ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ. നമ്മളെ അവിടെ കണ്ടാലാണ് വള്ളം നമ്മളെ പിക്ക് ചെയ്യാൻ വരുള്ളൂ. അതിന് വേണ്ടിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അതെ, നോക്കട്ടെ, ആരും നമ്മളെ കൊണ്ടുപോകാനില്ല. ഈശ്വര, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരൂ. ഏതാണ് കള്ള് ഷാപ്പ്? ടൊമാറ്റോ പറഞ്ഞു വിളിക്കണം. ഗൈസ്, ആദുവിനെ കാണാനില്ല. വീഡിയോ ഹൃദയം തരണേ. എനിക്കൊന്നുമില്ല. ഞാനൊരു ന്യൂസ് അറിഞ്ഞു, നമ്മള് പാലപ്പുഴ എത്തി കോട്ടയം കഴിഞ്ഞിട്ട്. നാളെ വീണ്ടും ആലപ്പുഴ പോകും. കുമരകം കോട്ടയാ? ആ, കുമരകം കോട്ടയാണോ? ആലപ്പുഴയല്ല. ഓ, ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴയിലെത്തി. നമ്മളെ അല്ലല്ല, പള്ളിയിലോട്ട് വരുന്ന വഴി വലിയ ഹൈവേ വന്നില്ലേ? പള്ളി ആലപ്പുഴയിലാണോ? സോറി, ഞാൻ കോട്ടയം നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് അത് അതിൽ കട്ട് ചെയ്യുന്നു. ഇത് ആലപ്പുഴയായിരുന്നു. നാളെ പക്ഷെ ഞങ്ങള് കോട്ടയം തന്നെയാണ്. ഇത് പിടിക്കും. ഇനി ഞാനല്ലേ ഇരിക്കണ്ടേ? എന്താ ഇത് പിടിക്ക്, തിരിച്ചാ മതി. ഇങ്ങനെ എടുത്താ പോരെ? കേറൂ. ആച്ചി ഇങ്ങോട്ട് നോക്ക്. ആച്ചി, അപ്പോ എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ്? പറയൂ. പൊളി. ടൊമാറ്റോ സ്പെഷ്യൽ താങ്ക്സ് ടു ടൊമാറ്റോ.
ഗൈസ് ഒരു ഓടുക്കോ. ഇതാ നമ്മൾ നമ്മുടെ കള്ള് ഷാപ്പ് എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണോ കള്ള് ഷാപ്പ്? ഇതാണോ കള്ള് ഷാപ്പ്? ആ ഇതല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കിയാൽ മേലിരിക്കാം. കാറ്റുകൂടെ കൈപ്പെടുത്ത് കിട്ടും. ഇത് കള്ള് ഒഴിച്ചതാണോ? ഇതാണ് എല്ലാവരും നല്ല ഫുഡടിച്ച് മത്തായി ഇരിക്കുന്ന മത്തായി 1, മത്തായി 2, മത്തായി 3, മത്തായി 4. ഒരാള് മത്തായി നടക്കാൻ വേണ്ടിട്ട് അടിയിലേക്ക് പോയി. കായലെങ്ങനെ ചാടിയോ കുട്ടി? ഫുഡ് ഇവിടെ വരെ എത്തിയതാണ് അവള് പറയുന്നത്. അതെ. അയ്യോ നല്ല ഫുഡ്. എന്തായിരുന്നു ഈ ഷാപ്പിന്റെ പേര്? രാജപുരം. കുറെ ഫാമിലി വരുന്ന കള്ള് ഷാപ്പാണ്. അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെയല്ല, ഫാമിലി കള്ള് ഷാപ്പാണ്. കുറെ ഫാമിലീസ് വരുന്നുണ്ട്. അതിങ്ങനെ കായലില് ബോട്ടൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി വൈബ്. അതും സന്ധ്യാസമയം നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ രാജപുരത്തിലെ കള്ള് ഷോപ്പിലെ ചെറിയൊരു പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ പോയി ഇനി അടുത്ത പാർട്ടി കൊടുക്കും. നമ്മൾ നമ്മുടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, വഞ്ചിക്ക് വേണ്ടിട്ട്. അതെ, എന്താ ചെയ്യാ, വെള്ളംകളി തുടങ്ങാൻ വേണ്ടി. വെള്ളംകളിയോ വള്ളംകളി? രാജപുരം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കള്ള് ഷാപ്പായിരുന്നു കേട്ടോ. അതും ഫാമിലി കുറേ ആളുകൾ വരുന്നുണ്ട്, കുട്ടികളെ കൊണ്ടും കണ്ടിരുന്നു. അവിടെയൊക്കെ നിൽക്കുന്നു ഫാമിലിക്ക് ആയിട്ട് വരും. എന്നിട്ട് ഇവിടെ വെള്ളത്തിന് വരും ആണ് ഇരുന്നത് അല്ലേ കള്ള് ഷാപ്പ്. ബോട്ട്, ഹൗസ് ബോട്ട്. പക്ഷെ ഇവിടെയും ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ നമ്മുടെ വ്യൂ വന്നിട്ട് പാടമായിരിക്കും. പാടം കണ്ടേ, നല്ല പാടം. ഈ ഒരു സമയം അങ്ങനെ നല്ല അടിപൊളി മഴയൊക്കെ കിട്ടി. ഞങ്ങൾ നേരെ ടോമാൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തന്നില്ല, ഓൾറെഡി വയറ് ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചുമ്മാ കത്തി വെച്ചിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ പിറ്റേ ദിവസം എണീറ്റ് ടോമാൻ്റെ വീട് കാണാനായിരുന്നു. നല്ല കിണർ. നമുക്കിവിടെ വെള്ളം പ്രശ്നമുണ്ട്, തീരും. ഇന്നലെ വെള്ളം തീർന്നു. ഇത് അപ്പം, അത് വേറപ്പം, ചിക്കൻ സ്റ്റൂ, ഇത് വെജ് സ്റ്റൂ. ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. കഴിക്കുക എല്ലാം ഹേ, കമോൺ ഹേ, ഖാവോ ഹേ. അവൻ രാത്രി കൂടിയോ? മറ്റേ സിനിമയെ പോലെ ആദ്യം കഴിക്കുന്ന ഫീസ്റ്റ് പറഞ്ഞൊന്നുമില്ല.
അത് ഇട്ടല്ലോ ഇനി പോയാലോ ബീഫ്, ചിക്കൻ സ്റ്റൂ, അപ്പം, ഗോഗു. ഇനി നിനക്ക് എന്ത് വേണം? കോട്ടയത്ത് തന്നെ കൂടിയല്ലോ നമുക്ക്. ആലോചിക്കുന്നുണ്ട്. അതില്ലേ ശരിട്ടാ. ഞാനും അതുപോലെ കുളിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കുളിക്കുന്നതാണ് കിരൺ. ഞങ്ങൾക്കിത് അമ്മ സ്പെഷ്യലായിട്ട് എന്തായിരുന്നു പാഷൻ ഫ്രൂട്ട് എന്നല്ല പറയാ, ഫാഷൻ ഫ്രൂട്ട്. ഓക്കെ, അതിന്റെ ജ്യൂസ്. ബേർഷൻ ഫ്രൂട്ട്. അതെ, ഞങ്ങൾ ചായ കുടിക്കില്ലല്ലോ. അവനൊക്കെ ചായ, അവനൊക്കെ അതിന്റെ ആവശ്യമുള്ളൂ. അവന് ഭക്ഷണം തന്നെ കൊടുക്കരുത് ഞങ്ങൾ വിചാരിച്ച. പിന്നെ ഓക്കെ ചെറിയ ചെക്കനല്ലേ വെച്ചു. അയ്യോ, എനിക്ക് ചായ മതി. ഓക്കെ, അപ്പൊ ഞങ്ങള് നേരെ ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? നല്ല തണുപ്പാണ് കേക്കറ. ഒരു തണുപ്പില്ല. ഇവനെ കൊണ്ടുപോകണ്ട നമുക്ക്. അവനെ കൊണ്ടുപോകില്ല, അവനെ പഠിക്കുന്ന ആൾക്കാർ വേണ്ടത്. അതെ, അപ്പൊ നമുക്ക് കാറിൽ കയറാം. നമ്മൾ 2 കാറിലല്ലേ പോണേ? ജിമ്മിലുള്ള ഒരു ഇതിൽ കയറും, അതിലുള്ള അതിൽ കയറിക്കോളും. അമ്മ ബായ്. ഇനി എപ്പോഴെങ്കിലും കാണാൻ വരുമ്പോ ടാറ്റാ. ഓക്കെ, ശരി, ഈ ഡ്രസ് ഇട്ടുള്ള ഫോട്ടോ ഞാൻ ഇപ്പൊ ഇടില്ല, കാരണം എന്റെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുക. എന്നാ ഫോക്കസേ ആവണില്ല. നീ വേണ്ട. ഇങ്ങോട്ടല്ലേ ഇറക്കാൻ പറഞ്ഞത്? നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാണ്. ടൊമാറ്റോ കാർ വരുന്നുണ്ട്. ടൊമാറ്റോ ഫോളോ ചെയ്ത് പോവാം നമുക്ക്. പാവം ചെക്കനോ. ചേച്ചി എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് പേടിയും റെസ്പെക്ട് ഒക്കെ ഉണ്ട്. അവനും അതെ, നല്ല റെസ്പെക്ട് ഉണ്ട്. അയ്യോ, ரொம்ப പാസം. അയ്യോ, അവര് പോണേ. വണ്ടി പോയ ലെറ്റ്സ് ഗോ. ബൈ. അത് നിനക്കാണോ കുലുക്കി? അതുമാണ് കുലുക്കി കിടക്കുന്നത്. യെസ്, നമ്മൾ രണ്ടുപേരും ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് അടിക്കുള്ളൂ. ഓക്കെ, അല്ല നിനക്കാണോ കുലുക്കി? ഞാൻ പോയിട്ട് മോരുവെള്ളം ടേസ്റ്റ് ചെയ്തു. ഓക്കെ, പറഞ്ഞ മോരുവെള്ളം അല്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കിട്ടാണോ? ഫ്രഷാ, ഇപ്പൊ കറന്നെടുക്കണം. പശുവിന്റെ പാല് വെച്ച് ഇപ്പൊ ഉണ്ടാക്കണം മോര. അത് കണ്ടിട്ട് പോയാൽ കള്ളാണോ? അന്തിക്കളാണോ? റോഡ് സൈഡിലല്ലേ? കലങ്ങിയില്ല, കുലിക്ക് ശ്രമിക്കുക നന്നായിട്ട് കലക്കി. അങ്ങനെ സംഭാരമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എങ്ങോട്ട്? പാഞ്ചാലിമേട്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ചാമ്പയ്ക്ക. യമ്മിയാണോ? കൊറേ നല്ല തണുത്ത കാറ്റും. ഹായ്, ഇത്രയും നാള് കേരളത്തിൽ വന്നിട്ട് ഇപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് കിട്ടുന്നത്. അല്ലെ, പുറത്തിറങ്ങിയിട്ട് മഴ. ഇതിപ്പോ പാഞ്ചാലിമേടിലാണ് നമ്മള്. കണ്ടില്ലേ ആ വ്യൂ
ഇവിടെ നിന്നാണ് പാഞ്ചാലി. കണ്ടില്ലേ, ഇതാണ് പാഞ്ചാലി. ഇവിടെ 5-5 കിട്ടും. ഇതാണോ പഞ്ചാലി? ഈ തള്ളയാണോ പഞ്ചാലി? കാണിച്ചു കൊടുക്കും കുഞ്ഞാ. താങ്ക് യു. ഇവിടെയാണ് പാഞ്ചാലി. കാണാല് 1 2 3 4 5 അങ്ങനെ പഞ്ചാലികളുണ്ട്. അതെ. ഇനി നമ്മൾ എവിടേക്കാണ് കുമാരേട്ട? ഇനി നമ്മൾ കുട്ടിക്കാനം. ഓക്കെ, കുട്ടിക്കാനത്തുനിന്ന് വാഗം. കുട്ടിക്കാലം കുട്ടിക്കാനം. അതെ, അവിടെ നേരെ വാഗമൺ. അവിടെ ഇത്രയും തണുപ്പായിരിക്കോ? ആയിരിക്കത്തില്ല, ഇത് ഈ റേഞ്ചേ ഉണ്ടാവുള്ളൂ. വെയിലുണ്ടാവാണ്ട് നമുക്ക് സമ്മറിൽ ഇത് അടിപൊളിയല്ലേ? ഇവിടെ മൂത്ര വയ്ക്കാൻ പറ്റുമോ ഇവിടെ? സമ്മറില് ആ അത് പറ്റില്ല, അത് പറ്റില്ല. സമ്മറില് നൈസ്. പാഞ്ചാലി മേട്. അച്ഛൻ ഇടയ്ക്ക് എന്റെ ഒറ്റയ്ക്കുള്ള ഇതുകൊണ്ട് സോളമനാണ് എന്ത് പണ്ട് എന്താണ് ആച്ചി, എങ്ങനെയുണ്ട്? കമോൺ, നമുക്ക് ബർത്ത്ഡേക്ക് ഇട്ടുള്ള റീൽ എടുക്കാം. ഇല്ല, ഞാൻ പറഞ്ഞ റീൽ ആദ്യം എടുക്കും. ഇല്ല, ഞാൻ പറഞ്ഞത് ആദ്യം എടുക്കും. നടക്കില്ല. എന്നാ ഞാനില്ല. വേണ്ട. ശരി. കാരണം ഇത് എന്റെ സ്വന്തം ഐഡിയ ആണ്. മറ്റേ അബുദ പറഞ്ഞ ഐഡിയ ആണ്, അത് ഷെയർഡ് ഐഡിയ ആണ്. എന്റെ ഐഡിയ ആദ്യം എടുക്കും. ആച്ചി നീ എന്നെ ഞാൻ പിടിക്കുന്നത്. കാറ്റ്, നല്ല തണുത്ത കാറ്റ്. വാവ്, ഹായ്. ഉച്ച സമയത്ത് ഇങ്ങനത്തെ തണുത്ത കാറ്റ്. വാവ്, എന്റെ ഭാര്യയുടെ കൊറേ ഉപ്പിന്റെ സാധനങ്ങൾ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വെള്ളം തായ്ക്കണം. നമുക്ക് ഇനി വെള്ളം കുടിച്ചിട്ട് വേഗം പോവാം. വിശക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോപ്പ് നമുക്ക് ലഞ്ച്. സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തരണേ കൂട്ടുകൂടണേ. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? പാട്ട് പറയൂ. തേയില റെസ്റ്റോറന്റ്. അപ്പൊ നമ്മളിങ്ങനെ ലഞ്ചിന് വേണ്ടി തേയില റെസ്റ്റോറന്റിലേക്കാണ് ടോം സജസ്റ്റ് ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ തേയില തോട്ടം ഉണ്ട് തോന്നുന്നുണ്ട് അപ്പുറത്ത്. നല്ല വിശപ്പുണ്ട്. സമയം എത്രയും 4 മണി. യെസ്, ഞാൻ എന്താ പറഞ്ഞു എന്റെ അടുത്ത് 6 മണി കഴിയാതെ ഞാൻ അറിഞ്ഞില്ല 4 മണി. ഞാൻ വല്ല 2 മണിക്ക് ഉണ്ടാവുള്ളൂ വിചാരിച്ച 4 മണിക്കായോ? എന്റെ ഈശ്വര, വെറുതെ എനിക്ക് വിശക്കണേ. ഞാൻ അറിഞ്ഞില്ലട്ടോ. പിന്നെ എന്റെ ഒരു ലഞ്ച് മിസ്സായി നോക്കെ. വെറുതെ എനിക്ക് തലകറങ്ങണ. ആ, ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ല. സമയം അറിഞ്ഞപ്പോ സമയം പറയണ്ടായിരുന്നു. ഓക്കെ, വരൂ, ഫുഡ് കഴിക്കാം. ഇങ്ങനെ ഒരു ക്യാമറമാൻ ഉണ്ടായിട്ടാണോ ഞാൻ തന്നെ വീഡിയോ എടുക്കണ്ടായിരുന്നേ? സത്യം എനിക്ക് കൊടുക്കണ്ടോ? സത്യം സത്യം. വാവ്, നീ എന്നെ എടുക്കറിയോ? നല്ല റെസ്റ്റോറന്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഒരു റിസോർട്ട് വൈബ് ഉണ്ട്. ഇത് പൊട്ടവെള്ളം, പക്ഷെ മീനുണ്ട്. ഒരു കൂട്ടം ബ്രാലാണെന്ന് തോന്നുന്നു. അറിയില്ല. അതെ ആണോ? അതെ ബ്രാലാണോ? ആ അത് ബ്രാലാണോ? തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് ഇവിടെ നിന്ന് വറുത്ത് നമുക്ക് അല്ല, ഇത് അവര് വളർത്തുന്ന മീനാണ് ആച്ചി. സോറി, അത് വളർത്തുന്ന മീനാണ്. ആച്ചി, ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് എന്താ നിനക്ക് തോന്നിയത്? നല്ലൊരു അഭിപ്രായം ഇതിനെക്കുറിച്ച്. നല്ല വാഴയിലുണ്ട് ഇവിടെ. അതാണോ നീ കഴിച്ചത്? കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ നന്നായിട്ടുണ്ടെന്ന് പറയാ? അല്ല, കാണാൻ തന്നെ മഞ്ഞുണ്ടെങ്കിൽ അറിയാം. നമുക്ക് അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര. ശരി. അപ്പോ വേറെന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതൊന്നും പറയാനില്ല. ഫുഡ് കഴിക്കാൻ ഇഷ്ടമോ? ഓക്കെ, കഴിച്ചിട്ട് ഇനി കാണാം. ബൈ. നിന്റെ ഫുഡ് വന്നില്ല, നീ നിനക്ക് കഴിക്കാൻ പറ്റില്ല. എന്റെ വെജ് നൂഡിൽസ് ആദ്യം ഞാൻ ആ ചേട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കുറച്ച് zoom out ചെയ്തു. ഇത് ആ ചേട്ടൻ കൊണ്ടുവന്നില്ല. നിന്റെ പാസ്ത അതും എത്തി കുഞ്ഞാ. ഓക്കെ, പാസ്ത ക്രീമിയാണ്. കിരൺ ചേട്ടന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വന്നു. അതെ, ഇത് എത്തി. ഇതെന്തായിരുന്നു കിരൺ ചേട്ടാ? ഗ്രിൽഡ് ഫിഷ് വിത്ത് ലെമൺ സോസ്. ഫ്രൈഡ് റൈസ് ഒക്കെ ഓൾറെഡി ആ, ഇല്ല. അപ്പൊ പിന്നെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഗാർലിക് ബ്രെഡ് ഞാൻ അവൾക്ക് കൊടുത്തു. Thank you. ഇതൊക്കെ വന്നു. ഇതും വന്നു. ക്രീമി പാസ്ത. ഓക്കെ, കഴിച്ചോളൂ. എങ്ങനെയുണ്ട് ആച്ചി? ഇഷ്ടമായോ?
നമ്മൾ ഇനി നേരെ പൈൻ വാലി പോവാണ്. പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ വഴി നിൽക്കും. അതെ, ഇനി 30 കിലോമീറ്റർ വണ്ടി പോകും. നമ്മളിപ്പോൾ വേഗം ഇവിടെ കുറെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയ കാണുമോ എന്ന് അറിഞ്ഞൂടാ, കാണുന്നില്ല. ഓക്കെ, കുറെ വേസ്റ്റ് ഒക്കെ കാണും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഹലോ. അപ്പൊ ഞങ്ങൾ പൈൻ വാലിയിലെത്തി. ഇനി പൈൻ ട്രീസ് ഒക്കെ കണ്ട് എത്തി. ആരും എന്നെ വിളിക്കുന്നു, ഫോൺ എടുക്കട്ടെ. ഓക്കെ, ശരി. പൈനിച്ചക്ക എന്നൊരു ചക്ക ഉണ്ട്. അയിനിച്ചക്ക. പിടിക്കാൻ ഞാൻ മലരെ സോങ് ഷൂട്ട് ചെയ്തില്ലേ? അതിവിടെയാണോ? ആണോ ആണോ കുഞ്ഞ? സീരിയസ്ലി? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ പൈൻ മരങ്ങൾക്കിടയിലൂടെ നിങ്ങൾ എണീറ്റ് നിൽക്കണം ഗൈസ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? നല്ല സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ചുറ്റും നിൽക്കും ഞങ്ങളെ. അയ്യോ, ഇവിടെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കാണ് ഗൈസ്. പൈൻ മരങ്ങളിലൂടെ നമുക്ക് നടക്കാൻ വരും. പൈൻ മരങ്ങളിലൂടെ പിടിക്കൂ. ഞാൻ ഇതിലൂടെ നിവിൻ പോളിയും മലരും നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതെ, അതുപോലെയാണ് ഞാനും ആച്ചി ഇപ്പൊ നടക്കുന്നത്. ഇതുവരെ മതി ആച്ചി. അവർക്ക് ഉരുണ്ട് നീ പോയാൽ മതി, എനിക്ക് വയ്യ. അപ്പൊ നല്ലൊരു വൈബായിട്ടുണ്ട്. ഞാൻ ഇത് കുറെ കാലങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. ഒരു 6-7 വർഷം മുന്നേ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, എല്ലാം കൊണ്ടും അടിപൊളി. താങ്ക്സ് ടു ടോമേട്ടൻ. അതെ, ടോമേട്ടനാണ് ഞങ്ങളുടെ മറ്റേ ടൂർ ഗൈഡ്. അതെ, നല്ല നല്ല സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ടുപോയി. ടോമേട്ടന്റെ വീട്ടിൽ നമുക്ക് പോയിട്ട് നല്ല ഫുഡ് തന്നു. അതെ, ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. കിഡുവായിരുന്നു. ടോമേട്ടന്റെ അമ്മ രക്ഷ. അതെ, അമ്മയ്ക്കാണ് താങ്ക്സ് പറയേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പേര് ഇങ്ങനെ കലവില പറയുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്തോളൂ. നമ്മളെങ്ങനെ ഇനി പോണേ? ഇനി മൊട്ടക്കുന്ന്. അതിന്റെ പേര് മൊട്ടക്കുന്ന്. അപ്പൊ നമ്മള് മൊട്ടക്കുന്ന് കൂടി കണ്ടു കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ പറഞ്ഞേ. നമുക്ക് ചീവീടിന്റെ ഒച്ച കേട്ടു തുടങ്ങും. അടിപൊളിയുണ്ട്. എന്ത് ചീവിടിന്റെ സൗണ്ട്? അതെ, നല്ലതാ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ പൈൻ മരങ്ങൾ കാണുന്നത്. സാധാരണ പുറമേ ഉള്ള മരല്ലേ ഇത്? അതെ, ടോളസ്റ്റ് ട്രീസ്. പുറത്തുള്ള ഇതിന്നാണോ ക്രിസ്മസ് ട്രീ? ക്രിസ്മസ് ട്രീ വേറെ ടൈപ്പ് ആയിരിക്കും, ഇത് വേറെ ഒരു ടൈപ്പ് അതിനല്ലേ. അതും ഒരു പൈൻ ട്രീ ആണല്ലേ? കണ്ടില്ലേ കോക്ക് മേലെ കാണിച്ചു കൊടുത്ത പൈൻ? കുറെ പേർക്ക് കണ്ട സ്ഥലമായിരിക്കും, പക്ഷെ കുറെ പേരല്ല, തീരെ ചൂടില്ല. അതാണ് ഇപ്പൊ ഈ സ്ഥലത്ത്. അതാ ഈ സമ്മർ ആയിട്ട് ചൂടില്ലായ്മ ഭയങ്കര ഒരു സർപ്രൈസിംഗ് ആണ്. കുറച്ച് ഉയർന്ന പ്രദേശമാകുമ്പോ പിന്നെ എങ്ങനെ ഈ ചീവിടിന് രാത്രി മനസ്സിലാവണല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊരു അലാമ തോന്നുന്നു. നമുക്ക് പോവാറായി. അതാണ്. അതെ, പോവാം എന്നാണ് അവര് പറയുന്നത്. മറ്റെന്താ പാണ്ടിപ്പടയിൽ പറയുന്ന പോലെ ബുവാ ബുവാ. മനിതർ ഉണർന്നു കൊള്ളേ, ഇത് മനിതക്കാതലല്ല. അല്ലേ പിന്നെ എന്താണത്? അത് ഇന്താണ്ടി പുനിതമാനത്. അയ്യോ, അതെയും താണ്ടി പുനിതമാനത്. ഇവിടെ കുഴിയിലല്ല പോവാ, പുനിതമാനത്. ആ കുട്ടികൾ എന്താ വരാത്തത്? കണ്ണാലെ ആരിപ്പോകും മായമെന്ന പൊന്മാനെ പൊന്മാനെ. ഗായകൻ ടൊമാറ്റോന്റെ കൂടെ ക്യാമറമാൻ ആച്ചി. ക്യാമറ ഇപ്പൊ എന്റെ ഭർത്താവും ഗായകനാണ്. കൺമണി അൻപോട് ഓക്കെ, നമ്മളങ്ങനെ മേടു മൊട്ടക്കുന്നിൽ നമ്മളെത്തി. പക്ഷേ അത് 9 മണി തൊട്ട് 6 മണി വരെയായിരുന്നു ഗൈസ്. ഞങ്ങൾ 1 hour ലേറ്റ് ആയി പോയി. യെസ്, നമ്മൾ ലേറ്റ് ആയി പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ടൈം എത്ര? 7 മണി.
ഇനി നമ്മൾ ഇവിടുന്ന് പിരിയാണ്. ടൊമാറ്റോന്റെ വീട്ടിൽ പോകും. ഞങ്ങൾ തെറിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് ചേക്കേറുകയാണ്. അതന്നെ. അപ്പൊ നമുക്ക് ചലിക്കാം. ഇനി പോണ വഴി നമുക്ക് എവിടെയെങ്കിലും ഗൂഗിൾ പിന്നെ ഇതുവരെ പോർക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു. അപ്പൊ നമുക്ക് പോർക്ക് കിട്ടണമല്ലോ. തട്ടുകടയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. വീട്ടിൽ പോകണം. എത്ര ഞങ്ങളുടെ ടൊമാറ്റോ അങ്ങനെ ഞങ്ങളെ പിരിഞ്ഞു പോവുകയാണ്. ബൈ ടൊമാറ്റോ. ബൈ ബൈ ബൈ. അപ്പൊ സേഫ് ജേർണി. നീ വീട്ടിൽ എത്തിയിട്ട് മെസ്സേജ് അയക്കാം. നമുക്ക് പിന്നെ കാണാം. നമുക്ക് ദുബായ് കാണുന്നതായിരിക്കും. ഓഫീസിൽ കാണുന്നതായിരിക്കും. ഒരു കൊളീഗ്സ് ആണല്ലോ, അവർക്ക് കയറിക്കാവാം. ഓക്കെ, നമുക്ക് ഇനി ബാക്ക് ടു തൃശ്ശൂർ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ബ്രേക്കിനായിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് തൊടുപുഴയിൽ ഒരു ചായ പ്രേമി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി. ഞങ്ങളപ്പോൾ ഒരു ചായക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആച്ചുവിന്റെ ബൂസ്റ്റിന്റെ ഷെയ്ക്ക് പിന്നെ കുഞ്ഞിന്റെ ഒരു ടീഷർട്ടും അടിച്ചു മാറ്റി. ആ ഷർട്ട് ഭയങ്കര ചൂട്. അപ്പൊ ഞാൻ ഇത് ഇട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് സ്വന്തമായി എടുത്തോളാൻ. അല്ലേ കുഞ്ഞാ? ചേച്ചിക്കാണിത് എന്നെക്കാളും ഭംഗി അല്ലേ? അതും അങ്ങനെ അവൻ പറഞ്ഞില്ലേ? അങ്ങനെ അവൻ പറഞ്ഞു. മനസ്സിൽ പറയുന്നുണ്ട് അവൻ. എടുത്തോളൂ ചേട്ടാ. ചേട്ടനാണെങ്കിൽ എന്ത് ഓർഡർ ചെയ്താലും എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് തരും. ഞാൻ മാണോ നോക്കിയത് ഇവന്റെയൊക്കെയല്ലേ ടീഷർട്ട്. പക്ഷെ ആ ടീഷർട്ട് ഇഷ്ടമായിരുന്നല്ല ആച്ചി പറഞ്ഞത്. ഇതിനി അവൻ തിരിച്ചു ചോദിക്കാതിരിക്കാൻ വേണ്ടി ആച്ചി എന്ത് ചെയ്തു? ലിപ്സ്റ്റിക് ആക്കി വെച്ചു ഞാൻ. ഇനി അവൻ തിരിച്ചു ചോദിക്കരുത്. ഇനി അവൻ തിരിച്ചു ചോദിക്കരുത് പറഞ്ഞു. ഈ ടീഷർട്ടിന് വേണ്ടി അവൻ ദുബായ് വരട്ടെ. ടീഷർട്ട് അടിക്കാൻ ദുബായിക്ക് വരട്ടെ. ആണാണെങ്കിൽ ദുബായിക്ക് കടാ. അവർക്കൊരു പുതിയ ഹെൽപ്പർ ഞങ്ങള് എല്ലാരും ഒഴിവാക്കി. ഇനി ആർക്കും ഹെൽപ്പർ വേണ്ട. വേണ്ട, നിർത്തി. അതോടുകൂടി ശരിക്കും പണിയെടുക്കുന്ന ആളാരെങ്കിലും വരണ്ടെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ വെക്കാന്ന്. ഇവണ്ടല്ലോ, ഇവന്റെ പണി കൂടി ഞാൻ ചെയ്തു. ചേട്ടനെ പോലെയല്ല അവന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ അതായിരുന്നു അതിന്റെ അർത്ഥം. പിന്നെ എന്റെ കുഞ്ഞല്ലേ. അങ്ങനെ പോർക്ക് അന്വേഷിച്ച് നമ്മൾ എത്തിപ്പെട്ടത് ലാസ്റ്റ് വിജയ് ധാബയിലാണ്. വിജയ് ധാബ. അവസാനം അവിടെ ചാലക്കുടി വിജയ് ധാബയിലെത്തി. ബട്ടർ നാനും ബട്ടർ ചിക്കനും കഴിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങള് അന്വേഷിച്ച് തട്ടുകളുടെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ തിരക്ക് കാരണം ഇറങ്ങി വന്ന് ആ വിഷമത്തിൽ ആദ്യം കഴിച്ചില്ല ഫുഡ്. ഞാനും കഴിച്ചില്ല. അതെ, ആച്ചിയും കഴിച്ചില്ല. അവർ രണ്ടുപേരും തട്ടട ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. ഞാനും കഴിച്ചില്ല. അത് പല്ലിന്റെ ഇടയില് പറയില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അതെ, സബ്സ്ക്രൈബ് ചെയ്യണേ. നീ എന്തൊരു സപ്പോർട്ടാണ് എന്റെ ചാനൽ ഇങ്ങനെ ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എന്റെ ചാനൽ. അപ്പൊ നമ്മുടെ വാഗമണും കോട്ടയവും കുറ്റിക്കാനും കുറ്റിക്കാനം തന്നെയല്ലേ, കുട്ടിക്കാനം വഴി നമ്മൾ വാഗമൺ പോയി. അങ്ങനെയൊക്കെ പോയി ഇപ്പൊ നല്ല ടയർഡായി, നല്ല ഉറക്കവും ഉണ്ട്. അതെ, ഇനി വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അങ്ങനെ ധാബ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതാ നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ചേച്ചാ ബൈ ഗുഡ് നൈറ്റ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ആ ചേട്ടൻ്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.